ഒക്ടോബർ 26 ഞായറാഴ്ച രാത്രി 6:30 സക്സസ് സ്റ്റോറിയിൽ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി കഥകളുടെ രാജകുമാരൻ സന്തോഷ് ഏച്ചിക്കാനം എത്തുന്നു. നിയമം കൈയാളുന്ന ജയിലറകൾ ഉണ്ടായിരുന്ന കുടുംബത്തിൽ ജനനം. ക്രൂരന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അന്നത്തെ ഫ്യൂഡൽ കുടുംബം, ആ ഫ്യൂഡൽ കുടുംബത്തിൽ നമ്മുടെ കുടുംബം തന്നെയാണ്, അച്ഛൻ്റെ കുടുംബം തന്നെയാണ്. ആ നാട്ടിലെ എല്ലാ കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം തന്നെ ഞങ്ങളുടെ വീട് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കാലഘട്ടത്തിൽ ജയിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ വിചാരണ ചെയ്തിട്ട് ആ എലഞ്ഞീൻ്റെ തറേൻ്റെ തൊട്ട് മുകളിൽ വിചാരണ ചെയ്തിട്ട് അവിടെ തന്നെ കൊണ്ടിടുക എന്നൊക്കെ പറയുന്ന ഒരു ബാർബേറിയൻ സിസ്റ്റം ഉണ്ടല്ലോ. അതായത് ഒരിക്കലും നമ്മൾ നിയമ സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് കിടക്കുന്ന. പിന്നെ സമ്പന്നതയിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയ ദിനങ്ങൾ. അത് എന്താന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമാനായ ഒരു കാർണൂർ ചെയ്ത പരിപാടിയാണ്. എൻ്റെ അച്ഛനൊക്കെ ഒരു 100 ഏക്കർ വള്ളിപ്പറമ്പൊക്കെ ഉണ്ടായിരുന്നു. അതായത് ചെറിയ പയ്യന് ജൂനിയറാണ്. ആ സീനിയേഴ്സ് കുറേ ഒപ്പിട്ടിട്ട് എടുത്തിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ളത് അച്ഛൻ തന്നെ, ആരും നിയന്ത്രിക്കാനില്ല. കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ വന്നിട്ട് അത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അത് കംപ്ലീറ്റ് അടിച്ചു പൊളിച്ച് തീർത്ത് എൻ്റെ ഒരു 17 വയസ്സാകുമ്പോഴേക്ക് ഞാൻ വീട്ടിൽ അരി കൊണ്ടുവന്നിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥ തോന്നി. തോക്കുമായി ഗർജിക്കുന്ന പിതാവിൻ്റെ മുന്നിൽ ഭയന്നു വിറച്ചു നിന്ന ബാല്യം. ചെരുപ്പ് ധരിക്കാൻ സാധിച്ചത് 9ാം ക്ലാസ്സിൽ. വിജനമായ 10 ഏക്കർ സ്ഥലത്ത് പിതാവിൻ്റെ കട്ടിലിനടിയിൽ രാത്രി ഉറക്കം. നാടകം എഴുതിയതിന് അടിവാങ്ങിയ ഓർമ്മകൾ. മനുഷ്യൻ ഉള്ളിടത്തോളം കാലം എഴുത്തും നിലനിൽക്കുമെന്ന ഓർമ്മപ്പെടുത്തലോടെ സന്തോഷ് മനസ്സു തുറക്കുന്നു. നിങ്ങളിപ്പോൾ ഈ ഡിജിറ്റൽ മാധ്യമത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയാസിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഈ സോഷ്യൽ മീഡിയാസിൽ എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ എന്തിനാണ് അവരുടെ പുസ്തകത്തിലേക്ക് അവരുടെ ഇത് പുസ്തകമാക്കുന്നത് എന്തിനാണ്? ഇതിപ്പോൾ ചിലപ്പോൾ പത്രങ്ങളും മറ്റെല്ലാം അതിൻ്റെ ഒരു സർക്കുലേഷനൊക്കെ ഇടിഞ്ഞു പോകുമായിരിക്കും. പക്ഷെ പുസ്തകം എന്ന് പറയുന്ന സാധനത്തിന് ഒരിക്കലും അങ്ങനെ ഒരു സാധനം പോവില്ല. മാത്രമല്ല ഇതിൽ ഞാനിങ്ങനെ ഒരു ഇതിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. കറണ്ട് പോയി കഴിഞ്ഞാൽ, ചാർജ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ പുസ്തകം എനിക്ക് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റില്ല. കാണുക സക്സസ് സ്റ്റോറി, അറിയുക ഈ എഴുത്തുകാരനെ.